ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുടർച്ചയായി ചോദിക്കുന്ന PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മാമാങ്കം. പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. അടുത്ത ചോദ്യം, ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്? ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പഞ്ചാരിമേളം. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം. അടുത്ത ചോദ്യം, വേലകളുടെ വേല എന്നറിയപ്പെടുന്നത്? വേലകളുടെ വേല എന്നറിയപ്പെടുന്നത്? ഉത്തരം നെന്മാറവേല. വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറവേല. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. പാണ്ടിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം. വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറവേല. അടുത്ത ചോദ്യം, കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി? കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി? ഉത്തരം തീർത്ഥം. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി തീർത്ഥം. അടുത്ത ചോദ്യം, സന്ധികളെക്കുറിച്ചുള്ള പഠനം? സന്ധികളെക്കുറിച്ചുള്ള പഠനം? ഉത്തരം ആർത്തോളജി. സന്ധികളെക്കുറിച്ചുള്ള പഠനം ആർത്തോളജി. അടുത്ത ചോദ്യം, അർജന്റീനയുടെ ദേശീയ കായിക വിനോദം? അർജന്റീനയുടെ ദേശീയ കായിക വിനോദം? ഉത്തരം പാറ്റോ. അർജന്റീനയുടെ ദേശീയ കായിക വിനോദം പാറ്റോ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി തീർത്ഥം. സന്ധികളെക്കുറിച്ചുള്ള പഠനം ആർത്തോളജി. അർജന്റീനയുടെ ദേശീയ കായിക വിനോദം പാറ്റോ. അടുത്ത ചോദ്യം, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ? ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ? ഉത്തരം ബുധൻ, ശുക്രൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം? സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം? ഉത്തരം ബുധൻ. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധൻ. അടുത്ത ചോദ്യം, ഭൂമിയുടെ കസിൻ എന്നറിയപ്പെടുന്ന ഗ്രഹം? ഭൂമിയുടെ കസിൻ എന്നറിയപ്പെടുന്ന ഗ്രഹം? ഉത്തരം കെപ്ലർ 452b. ഭൂമിയുടെ കസിൻ എന്നറിയപ്പെടുന്ന ഗ്രഹം കെപ്ലർ 452b. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധൻ. ഭൂമിയുടെ കസിൻ എന്നറിയപ്പെടുന്ന ഗ്രഹം കെപ്ലർ 452b. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത? കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത? ഉത്തരം കലാമണ്ഡലം ദേവകി. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകി. അടുത്ത ചോദ്യം, കരിക്കയം അണക്കെട്ട് ഏത് നദിയിലാണ്? കരിക്കയം അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം പമ്പ. കരിക്കയം അണക്കെട്ട് ഏത് നദിയിലാണ്? പമ്പ. അടുത്ത ചോദ്യം, കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ബാവലി പുഴ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ബാവലി പുഴ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകി. കരിക്കയം അണക്കെട്ട് ഏത് നദിയിലാണ്? പമ്പ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ബാവലി പുഴ. അടുത്ത ചോദ്യം, മാന്നാർ മഹാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല? മാന്നാർ മഹാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല? ഉത്തരം ആലപ്പുഴ. മാന്നാർ മഹാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല ആലപ്പുഴ. അടുത്ത ചോദ്യം, സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത്? സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഇന്ദ്രവിഴ. ഇന്ദ്രവിഴ എന്നാണ് സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം? പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം? ഉത്തരം സെനൻ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം സെനൻ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മാന്നാർ മഹാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല ആലപ്പുഴ. സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഇന്ദ്രവിഴ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം സെനൻ. അടുത്ത ചോദ്യം, അതിചാലകത കണ്ടുപിടിച്ചതാര്?
അതിചാലകത കണ്ടുപിടിച്ചതാര്? ഉത്തരം കാമർലിൻ ഓൺസ്. അതിചാലകത കണ്ടുപിടിച്ചതാര്? കാമർലിൻ ഓൺസ്. അടുത്ത ചോദ്യം, CK നായിഡു അവാർഡ് ആദ്യമായി നേടിയതാര്? CK നായിഡു അവാർഡ് ആദ്യമായി നേടിയതാര്? ഉത്തരം ലാല അമർനാഥ്. CK നായിഡു അവാർഡ് ആദ്യമായി നേടിയതാര്? ലാല അമർനാഥ്. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി റാംസാർ സൈറ്റ് പദവി ലഭിച്ച പ്രദേശം? ലോകത്ത് ആദ്യമായി റാംസാർ സൈറ്റ് പദവി ലഭിച്ച പ്രദേശം? ഉത്തരം ഓസ്ട്രേലിയയിലെ കോംബോർഗ് പെനിൻസുല. ലോകത്ത് ആദ്യമായി റാംസാർ സൈറ്റ് പദവി ലഭിച്ച പ്രദേശം ഓസ്ട്രേലിയയിലെ കോംബോർഗ് പെനിൻസുല. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. അതിചാലകത കണ്ടുപിടിച്ചതാര്? കാമർലിൻ ഓൺസ്. CK നായിഡു അവാർഡ് ആദ്യമായി നേടിയതാര്? ലാല അമർനാഥ്. ലോകത്ത് ആദ്യമായി റാംസാർ സൈറ്റ് പദവി ലഭിച്ച പ്രദേശം ഓസ്ട്രേലിയയിലെ കോംബോർഗ് പെനിൻസുല. അടുത്ത ചോദ്യം, പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ദൂരം. പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദൂരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീനിവാസ ഗൗഡ. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ. അടുത്ത ചോദ്യം, ജെന്റിൽമാൻ ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം? ജെന്റിൽമാൻ ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം? ഉത്തരം ക്രിക്കറ്റ്. ജെന്റിൽമാൻ ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദൂരം. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത്? കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത്? ഉത്തരം ഉള്ളൂർ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂർ. അടുത്ത ചോദ്യം, കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്ന തീയതി? കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്ന തീയതി? ഉത്തരം ജനുവരി 2. കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്ന തീയതി ജനുവരി 2. അടുത്ത ചോദ്യം, ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം? ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം? ഉത്തരം കുംഭം. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം കുംഭം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂർ. കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്ന തീയതി ജനുവരി 2. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം കുംഭം. അടുത്ത ചോദ്യം, കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല? കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇടനാട്? കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇടനാട്? ഉത്തരം 42. കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. അടുത്ത ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് കൊട്ടിയൂർ ക്ഷേത്രം? ഏത് നദിയുടെ തീരത്താണ് കൊട്ടിയൂർ ക്ഷേത്രം? ഉത്തരം വളപട്ടണം പുഴ. ഏത് നദിയുടെ തീരത്താണ് കൊട്ടിയൂർ ക്ഷേത്രം? വളപട്ടണം പുഴ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇടനാട്? 42. ഏത് നദിയുടെ തീരത്താണ് കൊട്ടിയൂർ ക്ഷേത്രം? വളപട്ടണം പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ ബോട്ട് ജെട്ടി? കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ ബോട്ട് ജെട്ടി? ഉത്തരം വൈക്കം. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ ബോട്ട് ജെട്ടി വൈക്കം. അടുത്ത ചോദ്യം, ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ്? ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. അടുത്ത ചോദ്യം, ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല? ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല? ഉത്തരം തിരുവാതിര ഞാറ്റുവേല. ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ ബോട്ട് ജെട്ടി വൈക്കം. ഷൺമുഖം കനാൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. PSC തുടർച്ചയായി ചോദിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്